മറ്റുള്ള കാര്യങ്ങളും പൊതുവെ ഗുണകരമായ രീതിയിലെല്ലാം വരുന്നത്. അത് പൊതുമേഖലയിലെ ബാങ്കുകളുടെ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന നിലയിലാണ് വരുമാനം ഉറപ്പാക്കുന്ന ആളുകൾക്ക് ലോൺ കൊടുക്കുക എന്നുള്ള സമീപനമാണ് ബാങ്കുകളെല്ലാം നടത്തിപ്പോരുന്നത്. അവിടെയാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമൂഹം വികാസം പ്രാപിക്കുമ്പോൾ അതിന് സഹകരണ മേഖല വഹിച്ച പങ്ക് നിസ്തുലമാണ്. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ജീവിതത്തിൻ്റെ ഓരോ വികസനവും, നമ്മളുടെ കുടുംബത്തിൻ്റെ ഓരോ വികസനവും ഒരു ക്രമപ്പെടുത്തുന്നതിലും അല്ലെങ്കിൽ ആ വികാസം പ്രാപിക്കുന്നതിലും നമ്മുടെ സഹകരണ മേഖല വഹിച്ച പങ്ക് നിസ്തൂലമാണ്. കാരണം നമ്മൾ ഇവിടെ എന്നെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ 7000 അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തൽ നടത്താൻ ബാങ്കിങ് സേവനം പര്യാപ്തമല്ല. ഒന്നില്ലെങ്കിൽ സ്ഥിരവരുമാനമുള്ള ജോലി ഉണ്ടാകണം, അതല്ലെങ്കിൽ മറ്റു നമ്മുടെ വരുമാനം പ്രദർശിപ്പിക്കുന്ന IT രീതിയിലുള്ള കാര്യങ്ങൾ വേണം. പക്ഷെ ഭൂരിഭാഗം അംഗങ്ങൾക്കും അത്തരത്തിലൊരു സ്ഥിതിയില്ല. അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ കുടുംബത്തിൽ ഓരോ ആവശ്യവും, നമുക്ക് സ്വന്തമായി വീട് പണിയുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും വിവാഹം നടത്തുക, രോഗത്തിന് ചികിത്സിക്കുക, അങ്ങനെ ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും അവനെ പ്രതിസന്ധിയില്ലാത്ത ജീവിതത്തെ തരണം ചെയ്യാൻ സാധിച്ചത് നമ്മുടെ കേരളത്തിൽ വികാസം പ്രാപിച്ച അല്ലെങ്കിൽ കേരളത്തിൽ ശക്തിപ്പെട്ട സഹകരണ മേഖല ഉള്ളതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലൊന്നും കിടക്കുന്നില്ല. അങ്ങനെ മാത്രം പോരാ, സഹകരണ മേഖല കുറെ കൂടി സാധാരണക്കാര ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടണം. അത് ലാഭം കൂട്ടി അതിനെ പെരുപ്പിച്ച് കാണിച്ച് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് സഹകരണ മേഖലയിൽ കുറെ കൂടി വിശാലമായ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ള ഇതിൻ്റെ ചില സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ഈ പ്രസ്ഥാനം തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ആദ്യം നടത്തിയ ആലോചന. നമ്മുടെ ഒരു പലവക സഹകരണ സംഘം എന്ന നിലയിൽ എളമക്കരയുടെ സഹകരണ സംഘം വേണം. കാരണം സഹകരണ സംഘങ്ങൾ തന്നെ എളമക്കരയിൽ നിലവിലുണ്ട്. 328 നമ്മുടെ എടപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട്. നമ്മുടെ അർബൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സഹകരണ മേഖലയിൽ നിലവിൽ 2 സ്ഥാപനങ്ങൾ നമ്മുടെ എളമക്കരയിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു മേഖല വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെയാണ് എളമക്കര സാമൂഹിക സഹകരണ സംഘം പ്രാഥമികമായി അതിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും ആദ്യത്തെ ഓഹരികൾ ഇട്ടുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത്. തുടർച്ചയായി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി, ജനങ്ങൾ നന്നായി അതിനോട് സഹകരിച്ചു. നല്ല രീതിയിൽ ഓഹരികൾ കിട്ടി. സ്ഥാപനം നമ്മൾ ചെറിയൊരു മുറിയിൽ ആരംഭിച്ചു. വളരെ പെട്ടെന്ന് അതിൻ്റെ പടിപടിയായി ഈ സ്ഥാപനത്തിലേക്ക് ജനങ്ങൾ വിശ്വാസപൂർവ്വം വന്നപ്പോൾ ഒരു 10 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ കേരളത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് വികാസം പ്രാപിച്ച ഒരു മേഖലയായി, ഒരു പ്രസ്ഥാനമായി നമ്മുടെ എളമക്കര സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘം മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന് വേറെ സ്വഭാവം കൊണ്ടാണ്. കാരണം ഒരു ഡിപ്പോസിറ്റ് സ്വീകരിച്ച് കടം കൊടുത്ത് അതിന്റെ പലിശ കൊണ്ട് സ്ഥാപനം പുലർത്തുന്ന ഒരു സംഘമാണെങ്കിൽ അത്തരത്തിൽ ആ വളർച്ച സാധ്യമല്ല. പക്ഷെ നമ്മൾ ചെയ്തത് ഏറ്റവും ആദ്യം ഇവിടെ മെഡിക്കൽ രംഗത്താണ് ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘപ്രവർത്തനം ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളൊരു മെഡിക്കൽ സ്റ്റോർ ഇവിടെ സ്ഥാപിക്കുന്നത്. തുടർച്ചയിലാണ് ലാബ് മേഖലയിൽ മെഡിക്കൽ പരിശോധന മേഖലകത്ത് കൊള്ള സമൂഹത്തിൽ ചെയ്യുന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് എളമക്കരയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞ വാങ്ങിക്കുന്ന തുക അതിൽ നിന്നും വീണ്ടും ഒരു 40% കൂടി തുക കുറച്ചുകൊണ്ട് നമ്മളിവിടെ മെഡിക്കൽ ലാബ് ആരംഭിക്കുന്നത്. അതിന്റെ ഗുണകരമായ കാര്യം എന്ന് വെച്ചാൽ കുറേയധികം നമ്മുടെ ആളുകളിലേക്ക്, നമ്മുടെ ലാബിലേക്ക് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഇവിടെ കൊള്ള ചെയ്തിരുന്ന മുഴുവൻ മെഡിക്കൽ ലാബുകളും നമ്മുടെ സമാനമായ ഒരു എമൗണ്ടിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു പൈസ കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയൊരു സാമൂഹ്യ ഇടപെടലാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം, മറ്റു സ്വകാര്യ ലാബുകളെ ആശ്രയിക്കുന്ന ആളുകൾ പൂർണ്ണമായും നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങളിവിടെ നമ്മുടെ പരിശോധിക്കുന്ന മിഷൻ 2 മാസം കൂടുതൽ റാൻഡം ചെക്ക് ഞങ്ങൾ നടത്താണ്. ഇതര സ്ഥാപനങ്ങളെല്ലാം പോയി ചെക്കപ്പ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് വേരിയേഷൻ ഉണ്ട്, അങ്ങനെ ഒന്നും നിലവിൽ ഇല്ല. അതും ഒരു കച്ചവടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഡോക്ടർമാരിലേക്ക് ചെല്ലുമ്പോൾ ചില ഡോക്ടർമാരിൽ ഇപ്പോഴും പറയുന്നുണ്ട് സാമൂഹ്യം പോയി ചെക്ക് ചെയ്യരുത്, അവിടുത്തെ റിസൾട്ട് ശരിയല്ല. എന്നാലോചിച്ച് നോക്കണം. നമ്മൾ വളരെ കൃത്യമായി അത് പരിശോധിച്ച് ഓരോ റാൻഡം ചെക്ക് നടത്തി പോവുകയാണ്. പക്ഷേ ഒരു സംഘം എന്ന നിലയിൽ ഡോക്ടർമാർക്ക് പോയി ഇങ്ങടെ രോഗികളെ വിടാൻ പണം കൊടുക്കാനുള്ള ഒരു രീതി നമുക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കച്ചവട താല്പര്യമുള്ള വിഷങ്കരന്മാരടക്കം ഇതിനോടൊരു നെഗറ്റീവ് സമീപനം സ്വീകരിക്കുന്നുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ തിരുത്തലുകൾ, സമൂഹം
പൊതുയോഗം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തിരുത്തൽ വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല, അത് ആ ഒരു മേഖല വലിയ രീതിയിലേക്ക് നമ്മൾ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വായ്പകൾ നിരവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. വായ്പകൾക്ക് ഒരു പരിധിയില്ലാത്ത രീതിയിൽ നമ്മളൊരു ഘട്ടത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പരിമിതികൾ ഇന്ന് കുറച്ച് സംഘത്തിനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താൻ ആ ഒരു കാര്യങ്ങൾ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഡയാലിസിസ് സെന്റർ നിർത്തണം എന്നുള്ള അഭിപ്രായം ഏതാണ്ട് ഒരു 4 വർഷം മുമ്പ് നടന്ന പൊതുയോഗത്തിന്റെ ഒരു തീരുമാനമായിട്ട് നമ്മൾ അതിന്റെ JROs കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിർത്താനുള്ള ഒരു അനുമതി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ചുരുക്കം ചില ആളുകൾക്കാണ് ആ സർവീസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഡയാലിസിസിന്റെ പ്രശ്നം, വൃക്ക രോഗിയായി മാറിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്തത് ആ രോഗി മരണപ്പെടണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ രോഗിയെ നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 20-ൽ കൂടുതൽ രോഗികൾക്ക് അവിടെ ഡയാലിസിസ് പ്രയോജനകരമല്ല. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം, ഒരു വർഷത്തിൽ ഏതാണ്ട് 12 ലക്ഷം രൂപയോളം നമ്മുടെ ബാങ്കിൽ നിന്നുള്ള വരുമാനമായി ആ ഡയാലിസിസ് സെന്ററിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് ഒരു കേരളത്തിൽ തന്നെ ആദ്യമായി മാതൃകാപരമായി ചെയ്ത ഒരു സംഗതിയാണെന്ന നിലയിൽ തന്നെ നമുക്കുള്ള അനുമതി അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ പണം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ഒരു വലിയൊരു സാമൂഹ്യ സുരക്ഷ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും കുറെ കൂടി ഗുണകരമായ രീതിയിലേക്ക് അത് മാറ്റുവാൻ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആലോചന ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡയാലിസിസ് സെന്റർ നമ്മൾ വന്നു, നമ്മുടെ പുതിയ ബ്രാഞ്ചുകൾ വന്നു, സംഘം ഒരു വികാസത്തിന്റെ പാതയിലേക്ക് പോവുകയാണ്. അപ്പോൾ 13 വർഷത്തെ ചരിത്രമെടുത്താൽ പൊതുവെ കേരളത്തിൽ നല്ല രീതിയിൽ മുന്നേറിയ ഒരു സംഘമായി നമുക്ക് മാറി എന്നുള്ളതാണ്. അതിനൊപ്പം അതിന്റെ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശശുദ്ധിയോട് നീതി പുലർത്തുന്ന രീതിയിലേക്ക് ലാഭത്തിനും അപ്പുറം ജനങ്ങളുടെ ക്ഷേമം, അതാണ് സാമൂഹിക ക്ഷേമ പ്രവർത്തനം എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു ചെറിയ ഇന്നലെകൾ മാത്രമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ നാളെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിനെ നമ്മൾ സഹകരണ മേഖലയിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന ആ പ്രതിസന്ധികളെ മറികടക്കുക എന്നുള്ളതും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും. ഒന്ന്, പണ്ടിൽ നിന്ന് വ്യത്യസ്തമായി സഹകരണ മേഖല വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ വിശ്വാസത പോകുന്ന രീതിയിലേക്ക് വളരെ ചുരുക്കം ചില ബാങ്കുകളുണ്ടായ സംഘങ്ങളുണ്ടായിരുന്ന ചില അവിടുത്തെ ചില കുഴപ്പങ്ങൾ അത് കേരളത്തിൽ ആകമാനമുള്ള സഹകരണ മേഖലയെ ബാധിക്കുന്ന രീതിയിലേക്ക് വളർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കരുവന്നൂർ ബാങ്കിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി, പക്ഷെ അതിനെ എഴുതി നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു വല്ലാത്ത രീതിയിലേക്ക് മാറി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും ഭാഗത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു 2 വാർത്ത പത്രത്തിൽ വരുന്ന ദിവസം ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഡെപ്പോസിറ്റ് ഒരു 10 ലക്ഷം രൂപ, അത് വ്യാപ്തി അനുസരിച്ചിരിക്കും. കുറെ കൂടി ഓണത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു ഡെപ്പോസിറ്റിന് ഉണ്ടാവും കുറയുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പൊ നമ്മള് കല്ലൂർ ബാങ്കിൽ ഒരു പ്രതിസന്ധി ഒരു വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് വന്ന സമയത്ത് എല്ലാ ദിവസവും വലിയ രീതിയിലുള്ള ഫണ്ട് പോക്കുണ്ടായിരുന്നു. ഇപ്പൊ ജനത്തിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം മാധ്യമങ്ങളുടെ വാർത്ത എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്ന പണം നേരെ മുത്തൂറ്റ് പോലുള്ള അത്ര പോലും സുരക്ഷിതമല്ലാത്ത സാമ്പത്തിക സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി എടുക്കണം. സഹകരണ മേഖല ഇന്നത്തെ ഒരു ഗുണമെന്ന് വെച്ചാല് ഇവിടുത്തെ ഏത് സഹകരണ മേഖലയിലും ഫണ്ട് സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ഏതാണ്ട് 32 കോടി രൂപ 32 കോടി രൂപ നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു 90 കോടി രൂപയുടെ മൂല്യമുള്ള ആധാരങ്ങൾ നമ്മുടെ ബാങ്കിലുണ്ട്. അതൊരിക്കലും ഒരു പ്രതിസന്ധിയല്ല, മനസ്സിലാവണം. പക്ഷെ ജനങ്ങൾ എത്ര പറഞ്ഞാലും ഈ മീഡിയ എഴുതുന്ന, മാധ്യമങ്ങൾ എഴുതുന്ന ഒരു വാർത്തകൾ, മാധ്യമത്തിന് ഒരു കൃത്യമായ ജനയുണ്ട്. കാരണം ഇളമക്കര സാമൂഹ്യക്ഷേമ സംഘത്തിന്റെ ഒരു പരസ്യം പത്രത്തിൽ കിട്ടണമെങ്കിൽ പൊതുയോഗമല്ല അല്ലെ, പൊതുയോഗത്തിന്റെ ഒരു വാർത്ത, അതിനപ്പുറത്തേക്ക് പരസ്യമില്ല. പക്ഷെ മുത്തൂറ്റ് ഫിൻകോർപ്പ് പോലുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിലെ മുഴുവൻ പേജ് പരസ്യവും ഹാഫ് പേജ് പരസ്യവും ഇതെല്ലാം നിർലോഭമായി അവർക്ക് കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതുകൊണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വർത്തക എന്നുള്ളതാണ്. ആ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ വരുന്ന ഒരു വാർത്ത പോലും പത്രങ്ങൾ വാർത്തയല്ല. അപ്പൊ നമ്മള് എഴുതിപ്പെരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വല്ലാത്തൊരു പ്രചരണം പോകുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ ഡിപ്പോസിറ്റുകൾ വരുന്ന കാര്യത്തിനകത്ത് വലിയ കുറവ് നമ്മുടെ സംഘങ്ങളിൽ പൊതുവായി കേരളത്തിലെ ഇടയ്ക്ക് സംഘം പ്രസിഡന്റുമാരുടെ യോഗം വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്നു പൊതുവായി വരുന്ന ഒരു റിപ്പോർട്ടാണ് വലിയ രീതിയിലേക്ക് നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുന്നതിനനുസൃതമായ നിക്ഷേപങ്ങൾ പുതിയതായിട്ട് വരുന്നില്ല എന്നുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റു പല കാരണങ്ങളുണ്ടെന്ന് മനുഷ്യന്റെ തലമുറ മാറുകയാണല്ലോ. ഒരു 56 വയസ്സുള്ളവർ റിട്ടയർഡ് ചെയ്യാം, 60 വയസ്സുള്ളവർ റിട്ടയർഡ് ചെയ്യാം.
ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം അവൻ്റെ പുതിയ പഠന നിലവാരം മാറുന്നതനുസരിച്ച് അവരുടെ നിക്ഷേപത്തിലുള്ള സാധ്യതകളും അവിടെ മാറുകയും. പണ്ട് റിട്ടയർഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എന്താ? ഇടുക അല്ലേ? അത് പൊതുമേഖല ബാങ്കിൽ ഇട്ടതിനേക്കാൾ കൂടുതൽ ഒരു പലിശ വരുമാനം സഹകരണ മേഖലയിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് എപ്പോഴും സഹകരണ മേഖലയിലേക്ക് പണം നിക്ഷേപിക്കാനാണ് അവരെ താല്പര്യം പ്രകടിപ്പിക്കുക. ഇന്ന് ഇവിടെ ഇന്നത്തെ ഒരു പുതിയ പ്രവണത, പുതിയതായിട്ട് റിട്ടയർഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു നിക്ഷേപ അവന്റെ ചിന്താഗതി ആകെപ്പാടെ മാറി എന്നുള്ളതാണ്. കൂടുതലായി മ്യൂച്വൽ ഫണ്ട്, അതല്ലെങ്കിൽ മറ്റേ ഷെയർ മാർക്കറ്റുകൾ, ഇതിലൊക്കെ അവൻ നിക്ഷേപിക്കാനുള്ള ധൈര്യം വന്നു എന്നുള്ളതാണ്. വലിയ റിസ്ക് അതിനകത്തുണ്ട്. കാരണം ഇവിടെ സീനിയർ സിറ്റിസനെ 8.5% പലിശയെങ്കിൽ അത് ഒരു കാരണവശാലും പലിശയിൽ ഒരു കുറവും വരുന്നില്ല, അത് സുരക്ഷിതം തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക് ഈ ഓഹരി വിപണിയിൽ വരുന്ന മാറ്റങ്ങൾ, മ്യൂച്വൽ ഫണ്ടും ഓഹരി റിലേറ്റഡ് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ പൈസ ഏത് രീതിയിലേക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇടുന്ന പലിശ. ഇപ്പൊ പുതിയൊരു പ്രവണത വന്നിട്ട് പുതിയതെല്ലാം കുറേ നാളുകളായിട്ടുണ്ട്. എന്താണ്? നമ്മുടെ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി ധാരാളമുണ്ട്. 12.5% പലിശ കൊടുക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ഈ ഒരു 4-5 വർഷത്തിനുള്ളിലാണ് അത് കൂണുപോലെ മുളച്ചു പൊങ്ങിയ ധാരാളം വന്നത്. ഈ മുളച്ചു പൊങ്ങിയ സ്ഥാപനങ്ങൾ നല്ലൊരു ശതമാനവും ഇത് പൂട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം അവിടെ നിക്ഷേപിക്കുന്ന പൈസ 3 വർഷത്തേക്ക് നിക്ഷേപിച്ചാലാണ് യഥാർത്ഥത്തിൽ 12% പലിശ ലഭിക്കുന്നത്. നമുക്ക് കിട്ടും. പക്ഷേ ആ 3 വർഷത്തിനപ്പുറത്തേക്ക് ആ സ്ഥാപനം ഉണ്ടോ? കാരണം 12% ഡിപ്പോസിറ്റ് സ്വീകരിച്ചാൽ അതിന്റെ റേഷ്യോ അനുസരിച്ച് 16% പലിശക്ക് ലോൺ കൊടുത്തെങ്കിൽ അത് നിൽക്കുള്ളൂ. പക്ഷേ അങ്ങനെ ലോൺ സ്വീകരിക്കാൻ ഈ സമൂഹം തയ്യാറാവില്ല. കാരണം 10% തൊട്ട് സഹകരണ മേഖലയിൽ ലോണുകൾ ഭവന വായ്പ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു പൊതുമേഖലയിൽ അതിന് കുറച്ച് പലിശക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തുക കൊടുത്ത് ഒരു കാരണവശാലും അവൻ ലോൺ എടുക്കില്ല. അപ്പൊ ഈ പൈസ എങ്ങോട്ട് പോകുന്നുള്ളതാണ്. അത് അവരുടെ ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിൽ അവിടെ നിക്ഷേപിക്കാം, അതിന് പുതിയ കച്ചവട സംരംഭങ്ങൾ തുടങ്ങാം. ഇതൊന്നും നിലനിൽക്കുന്നൊരു സാധനമല്ല. ശാസ്ത്രീയമായൊരു സാമ്പത്തിക അടിത്തറ ഇതിലൊന്നുമില്ല. അപ്പൊ അത് കൂണുപോലെ മുളച്ചു പോകുന്നു. അതേപോലെ തന്നെ നല്ലൊലിച്ചിൽ ആ കൂണുകളെല്ലാം നാമാവശേഷമായി പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുണ്ട്. നമ്മുടെ കരുതൽ തരത്തിൽ വരുന്ന ഒരു കുറവ്, അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു. കരുവന്നൂർ ബാങ്കിന്റെ ആ വാർത്ത വന്ന സമയത്ത് പൊതുവെ എല്ലാ ബാങ്കുകളിലും നമ്മുടെ സമീപത്തുള്ള ബാങ്കുകളിൽ 25 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് വലിയൊരു കൂട്ടപ്പൊരിച്ചിലുണ്ടായ സമയത്ത് നമ്മൾക്കും ഏതാണ്ട് 4 കോടി രൂപ നമ്മുടെ നഷ്ടപ്പെട്ടു. അന്ന് നമ്മുടെ ഡിപ്പോസിറ്റിന്റെ അളവ് ഏതാണ്ട് 42-41 കോടിയിലേക്ക് മാറി. പക്ഷേ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരമാവധി ജീവനക്കാരും ബോർഡ് മെമ്പർമാരും എല്ലാം ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ നമുക്കൊരു 46 കോടി രൂപയെങ്കിലും നമുക്കുണ്ട്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ ആ പറഞ്ഞിട്ടിരിക്കുന്ന നമ്മുടെ ഫ്ലൂയിഡ് ശരിയായി വരണമെങ്കിൽ നമുക്കൊരു 50 കോടി രൂപ നമുക്ക് വേണമെന്നുള്ളതാണ്. ഒരു 4 കോടി രൂപയെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ സമാഹരിക്കണമെന്നുള്ള വലിയൊരു യജ്ഞമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഒരു പരിധിവരെയൊക്കെ അത് ഗുണം കാണുന്നുണ്ട്. കാരണം പക്ഷെ അപ്പോഴും ഈ ആളുകൾക്ക് ആവശ്യത്തിന് വേണ്ടി പണമെടുക്കുമ്പോഴും നമുക്കത് പലപ്പോഴും ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അത് ഒരു ന്യൂനതയായി നമുക്ക് ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് മറികടക്കാൻ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു സംഗതിയിലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന മാസങ്ങളിൽ നമുക്ക് ഫണ്ട് ലഭിക്കുന്നുണ്ട്. ആളുകൾ പുതിയതായിട്ട് കൊണ്ടുവന്ന് അന്നൽ ഇവിടുത്തെ നിക്ഷേപിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു ഒഴുക്ക് നമ്മുടെ സ്ഥാപനത്തിലില്ല. നമ്മുടെ മാത്രമല്ല, പൊതുവെ എല്ലാ സ്ഥാപനങ്ങളും പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അപ്പം അതിൽ നമുക്ക് ഒരു മാറ്റം വരണമെന്നുള്ള. രണ്ടാമത് നമ്മുടെ പ്രശ്നം നമ്മുടെ കുടിശ്ശിക വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. കുടിശ്ശിക വർദ്ധനവിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചുരുക്കം ചില ഇപ്പൊ നമുക്ക് ഏതാണ്ട് 6 കോടിക്കടുത്ത് നമുക്ക് കുടിശ്ശിക നിലവിൽ ഉണ്ട്. അത് തിരിച്ചു വരിക എന്നത് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ നമ്മളിലേക്ക് നടപ്പിലാക്കണം. കാരണം ഇപ്പൊ ഒരു വർഷത്തിന് മേലെ നമ്മളതിന്റെ ശ്രമത്തിലാണ്. ഈ കുടിശ്ശിക്കുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ വിളിച്ചു, നോട്ടീസ് കൊടുത്തവർ വിളിച്ചു, അവർ വീട്ടുകളിൽ പോയി കണ്ടു, അതിനുള്ള സാവകാശങ്ങളെല്ലാം കൊടുത്തു. ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. ലോണിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു 5-6 മാസവും ഇതിൻ്റെ അകത്ത് കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ വന്ന് ലോൺ അടക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മളിവിടെ റിക്കവറിയുടെ സംവിധാനം ശക്തിപ്പെടുത്തി കുറെ പൈസ അങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് ഒരു വർഷം പോയി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിസന്ധിയിലുള്ള മുഴുവൻ ലോണുകളും നമ്മുടെ ഈ സഹകരണ മേഖലയിലുള്ള ഇൻസ്പെക്ടറുടെ സഹായത്തിനപ്പുറത്തേക്ക് നമ്മൾ കോടതിയിലേക്ക് പോയി. ഏതാണ്ട് 60ഓളം കേസുകൾ കോടതിയിൽ കേസിലാണ്. അങ്ങനെ ആ ഒരു കേസ് കൊടുത്തതിന്റെ ഫലമായിട്ട് ഇന്ന് ഒരു 3ഓളം വീടുകളുടെ ജപ്തിയുടെ സാഹചര്യം. അപ്പൊ ആ വീട്ടുകാരൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കാരണം അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ചെയ്യാവുന്നൊരു മാർഗം അത് വിൽക്കുക, ബാങ്ക് ലോൺ തീർക്കുക,
കൊടുക്കാവുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കുക, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും തയ്യാറല്ല. ഈ ഒരു കേസ് വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മറ്റേത് ഒരു കാറ് ജപ്തി ചെയ്തു അല്ലേ? കാറ് ജപ്തി ചെയ്തപ്പോൾ സംഭവിച്ചെന്ന് വെച്ചാൽ ആളും അത് കാശടിച്ചു. ഈ നമ്മള് ഇതിനകത്ത് കുറെ എന്താണ് മനുഷ്യത്വപരമായ മറ്റു ലോണുകൾ എടുത്താൽ അവരുടെ വീട്ടിലാൾ ചെയ്യും. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യും, കുറെ കൂടെ മനുഷ്യത്വപരമായ സമീപനം ചെയ്യും. പക്ഷെ ഇതൊരു സാധ്യതയായിട്ട് ആളുകൾ പ്രയോജനപ്പെടുത്തി. അപ്പൊ വീട്ടിലുള്ള വസ്തു നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെ നിന്നാണെന്ന് അറിയില്ല, കാശ് ഇവിടെ വരുന്നുണ്ട്. ആ രീതിയിലേക്ക് പോകുന്നതിന്റെ ഒരു റിസൾട്ട് പൊതുവെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ അവതരിപ്പിക്കുന്നതല്ല, അതിനുശേഷം നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുറേയധികം പൈസ വരുന്നുണ്ട്. ഇനിയും സത്യത്തിൽ ഈ 6 കോടി രൂപ എന്നുള്ളത് ഒരു ചുരുങ്ങിയതൊരു 20 കസ്റ്റമർ അല്ലേ? ഒരു 80% 20 കസ്റ്റമർ വരുത്തേക്കുന്ന ദിവസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 20-ൽ താഴെ കസ്റ്റമർമാർ വരുത്തേക്കുന്ന ദിവസമാണ് ഈ നമുക്ക് വന്നേക്കാൻ കുടിശ്ശിക 80%. അപ്പൊ 50 വിചാരിച്ചാൽ നമ്മുടെ സംഘം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിൽക്കുന്ന അറ്റനഷ്ടവും മാറി ഒരു 3 കോടി രൂപ ലാഭത്തിലേക്ക് ആ പൈസ നമ്മൾ മാറും. നമ്മള് ഇപ്പൊ നമുക്ക് നഷ്ടം വരുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു 2-3 വർഷവും നമ്മുടെ സംഘം ഇങ്ങനെ നഷ്ടത്തിൽ പോകും. കാരണം 2 കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഈ കുടിശ്ശികളെല്ലാം നമ്മളിലേക്ക് വരണമെന്നുള്ളതാണ്. അത് വരിക, ആ വരാനുള്ളതിന്റെ ഒരു വേഗത വർദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഒരു 2 കോടി രൂപയെങ്കിലും അതിൻ്റെ അകത്ത് ഈ മാർച്ച് മാസത്തിൽ വരാൻ സാധിക്കുന്നുള്ളത്. അതിനുള്ളൊരു ജോലികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ഏറിപ്പോയേക്കാം. പക്ഷെ അത് നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വളരെ ശക്തമായി തന്നെ വരാൻ സാധ്യത പോയിട്ടുണ്ട്. നമ്മുടെ പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട സംഘനഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതൊരു കുഴപ്പമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്കെന്ന് നമ്മൾ കാണുന്ന ഏത് ജനത്തിന്റെ മുമ്പിൽ അവതരിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥലവും അതിന് സ്വന്തമായ മനോഹരമായ കെട്ടിടവും നമുക്കുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു ലാഭം ഉണ്ടാക്കി ബിൽഡിംഗ് ഫണ്ടിലേക്ക് പണം മാറ്റി അതിൽ നിന്ന് ചെലവഴിച്ച പൈസയല്ല. ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ഓൾ ഫണ്ടിൽ നിന്ന് തന്നെ അതൊരു ധൈര്യമാണ്. ഞാനിപ്പോ ഏത് തരത്തിൽ അതിൽ വിമർശന വിധേയമാക്കിയാലും ഒരു പരിധിവരെ അങ്ങനെയുള്ള ഭരണസമിതി കാണിച്ച ധൈര്യത്തെ കുറച്ചെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റും. കാരണം ഒരു സംവിധാനമുണ്ട്. പക്ഷെ എല്ലാ വർഷവും വലിയൊരു റീക്രൂട്ട്മെന്റ് അതിൻ്റെ അകത്ത് റീക്രൂട്ട് എമൗണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കാരണം ഇതിന് വരുന്ന ചെലവാക്കിയ പൈസ ഏതാണ്ട് 9 കോടി രൂപ. അതിന്റെ ആ 9 കോടി രൂപ പലിശ ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ. ആ പണം കൂടിയാണ് നമ്മൾ ഈ വിവിധ വ്യാപാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റിലൂടെ കണ്ടെത്തി അതും കൂടി. പക്ഷെ ആ ഒരു റീക്രൂട്ട് കഴിയുന്ന ഒരു സമയം നമ്മുടെ സംഘം വളരെ ക്ലിയർ, കാരണം സ്വന്തമായിട്ടൊരു കെട്ടിടം അപ്പോൾ ആയി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുവരെയുള്ള ഒരു സമയം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2-3 വർഷം കൂടി നമ്മുടെ സംഘം ഒരു അറ്റനഷ്ടത്തിൽ പോവുകയും ഒരു 4-ാമത്തെ വർഷത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ അപ്പോൾ നേരത്തെ എടുത്ത ഡയാലിസിസ് സെന്റർ അടക്കമുള്ള കാര്യത്തിൽ റിക്രൂട്ട്മെന്റ് അവിടെ നിന്ന് മാറും. ഇതെല്ലാം ഒരു യഥാർത്ഥ ട്രാക്കിലേക്ക് കയറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഘത്തിന്റെ ഫോക്കസിലേക്കുള്ളത്. പിന്നെ ഏറ്റവും സന്തോഷകരമായ ഇന്നത്തെ സർക്കാരിന്റെ ഓഡിറ്റിംഗ്, അത് എത്ര പറഞ്ഞാലും നമുക്ക് പലപ്പോഴും ഒരു ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം പലഘട്ടം. പക്ഷെ അതൊരു ഗൗരവമുള്ള കാര്യം. പണ്ട് ഒരു ഓഡിറ്റർ വന്ന് അയാളുടെ ഇത് എഴുതുന്ന അപ്പുറത്തേക്ക് ഇത് ടീം ഓഡിറ്റിംഗ് ആണ്. 3 പേര് വന്നാണ് ഓഡിറ്റ് ചെയ്യുന്നത്. വളരെ കൃത്യമായ നിരീക്ഷണം ആ സർക്കാർ ഓഡിറ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന് ഒരു ന്യൂനതകൾ എഴുതുന്ന കാര്യത്തിലൊക്കെ പണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. കാരണം അവരോട് പറഞ്ഞ ആ ഓഡിറ്റർക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ, പക്ഷെ അതൊന്നും ശരിയല്ല. ന്യൂനതകൾ പൊതുയോഗം അറിയണം. അത് എന്ത് കുറവുണ്ടെങ്കിലും സമ്പൂർണ്ണമായി അവരിലേക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഓഡിറ്റർമാരോട് പറഞ്ഞിട്ടുണ്ട്, ന്യൂനതകളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ധൈര്യമായിട്ട് പറയും. കാരണം അത് പൊതുയോഗം അറിഞ്ഞിരിക്കേണ്ടത്. ആ ന്യൂനതക്ക് കൃത്യമായ മറുപടി നമുക്കുണ്ട്. ഒരിക്കലും നമുക്ക് പൊതുയോഗത്തോട് മറക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വന്നിരിക്കുന്ന ന്യൂനതകൾ എന്താണെന്നും ആ ന്യൂനതകളുടെ നമുക്ക് മറികടക്കാൻ സാധിക്കാവുന്ന ന്യൂനതകളാണെന്നും പറയേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ സംഘം ഒരു 2-3 വർഷം കൂടി അറ്റനഷ്ടത്തിൽ തന്നെ പോകുമെന്നുള്ളതാണ് നിലവിലുള്ള പ്രസിഡന്റ് നിലവിലെ അഭിപ്രായം. പക്ഷേ ഈ കുടിശ്ശിക വന്നാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ചുരുങ്ങിയ സമയം മതി, ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് നമുക്ക് ലാഭത്തിലേക്ക് അടക്കാം. ആ കുടിശ്ശിക പറ്റാവുന്ന രീതിയിലേക്കുള്ള ശക്തമായ നടപടി ഒരു മുഖമൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു മനുഷ്യനാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരെ നിങ്ങളെ ഞാൻ നോക്കിയിരിക്കണേന്ന്, നിങ്ങൾ വായ്പയുടെ ഒരു കാര്യത്തിന് കുടിശ്ശികയുടെ, കാരണം അയാളുടെ ആവശ്യം വേറെ ഒന്നായിരുന്നില്ല. അയാൾക്ക് 1 ലക്ഷം രൂപ വായ്പ കുടിശ്ശികയുണ്ട്, ഏത് പലിശ കുടിശ്ശികയുണ്ട്, മുതലടക്കം വേറെ പൈസ ഉണ്ട്. ആ 1 ലക്ഷം രൂപ സമ്പൂർണ്ണമായി എഴുതിത്തരാണ്. അപ്പൊ അധികാരമായിട്ട് വന്നേക്കുന്നത് അത് നിങ്ങൾ തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ തരാനല്ലോ ഞാൻ ഈ സീറ്റ് എടുക്കണത്. സർക്കാരും സർക്കൂട്ടുണ്ട്, അത് ഞാൻ 20% വരെയൊക്കെ തരാം, അത് ഞാൻ തരാൻ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് അവസാനം അയാൾ പറഞ്ഞു 75% എഴുതിത്തരാണ്. വഴക്കിട്ട് പോയി, ഞാൻ അടക്കില്ല, ഇപ്പോഴും അടിച്ചിട്ടില്ല, വഴക്കിട്ട്. അപ്പൊ അയാള് ഞാൻ മത്സരിച്ചു. ഞാൻ പറഞ്ഞത് ആ കസേരയിലിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ജനകീയനാകാനല്ല ഇവിടെ വന്ന സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കസേരയിലിരിക്കും. അത് നാളെ അങ്ങനെ തന്നെ തുടരും.
വോട്ടുകൾ നഷ്ടപ്പെടുക എന്നുള്ളതല്ല. ഇവിടെ സംബന്ധിച്ച് എന്നെ എന്റെ പ്രസ്താവന ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയുള്ള സ്വത്തുക്കൾ വളരെ സുതാര്യമായി തന്നെ കൈകാര്യം ചെയ്യാനും അത് കണിശമായി തന്നെ ഞങ്ങൾ ഭരണസമിതി ഒരു വിട്ടുവീഴ്ചയും അതിന് വാല്യുവേഷന്റെ കാര്യത്തിലല്ല ഒരു കോംപ്രമൈസും ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ നടത്തിയിട്ട് ഇപ്പൊ 3 വർഷം അല്ലെ 3-3.5 വർഷമായി ഇപ്പൊ സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർ ഇവിടെയുണ്ട്. ഒരു ആധാരത്തിന്റെ വാല്യുവേഷനിൽ പോലും കൃത്യമായ വാല്യുവേഷൻ നടത്തും. അതിന്റെ 50% കൊടുക്കുള്ളൂ, 70% കൊടുക്കാനുള്ള റേറ്റൊക്കെ ഉണ്ട്. മനസ്സിലായി, മറ്റു വാല്യുവേഷൻ കൂട്ടിയിടാം. പക്ഷെ അതൊന്നും ശരിയായ രീതിയല്ല എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു കണിശതയോടുകൂടി വാല്യുവേഷൻ നടത്തും. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്. ആ 3.5 വർഷത്തിൽ വന്നേക്കുന്ന ലോണുകൾക്ക് നിങ്ങൾക്ക് പരിശോധിച്ചാൽ 90% ലോണുകൾ കൃത്യമായ ഒരു 2 മാസത്തിനപ്പുറത്തേക്ക് ഒരാളെയും പോകാത്ത രീതിയിലേക്ക് കൃത്യമായ ജീവനക്കാരെ കൊണ്ട് ഫോളോ അപ്പ് ചെയ്ത് ആ ലോണുകളെല്ലാം കൊണ്ടുവരുന്നു. അപ്പൊ നിലവിലുള്ള ലോണുകൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ എടുത്തേക്കുന്ന ലോണുകളെല്ലാം കുടിശ്ശികക്കാരെ മാറ്റാതെയുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തി പോരുന്നുണ്ട്. അത്ര പക്ഷെ ഈ വരുന്ന പ്രതിസന്ധികൾ ഈ കാര്യങ്ങളാണ്. അത് മറികടന്നേ പറ്റും. അതിന് ശക്തമായ നിയമ നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതിലേക്ക് അത് പോവുകയാണുള്ളത്.